नमस्ते, सबको स्वागत। सुमित्रानंद पंत के कविता नौका विहार के कुछ भाग पढ़ा। सुमित्रानंद पंत छायावाद के सुकुमार कवि है। उसका बचपन का नाम गोसाई दत्त पंत था। उनके ज्ञानपीठ पुरस्कार प्राप्त रचना का नाम चिदंबरा है। नौका विहार कविता में गंगा नदी का चित्रण हुआ है। ग्रीष्म ऋतु के एक दिन रात्रि समय गंगा में नौका विहार करने वाले कवि की कल्पनाएं चित्रित है। पहली पंक्तियों में गंगा का मानवीकरण किया है। गंगा नदी को एक सुंदर शरीर वाले युवती के समान मानता है। दूसरी पंक्तियों में नौका विहार का आरंभ का चित्रण है। चांदनी रात में रात का प्रथम प्रहर में कवि अपने साथियों के साथ नौका विहार करने के लिए चले गए। तीसरा पंक्तियों में यहाँ गंगा जल में प्रतिबिंबित आसमान, तारागण, चांद आदि का दृश्य चित्रित है। नेक्स्ट നമ്മൾ എടുത്തു തുടങ്ങിയതാണ് अब पहुंची चपला बीचदार छिप गया चांदनी की कगार दो बाहों से दूरस्थ तीर धारा का कृषि कोमल शरीर आलिंगन करने को अधीर അവിടെ വരെ നമ്മൾ എടുത്തു നിർത്തിയത്। അപ്പോൾ नौका विहार का आरंभ हुआ और ये नौका अब गंगा नदी के बीच पहुंची। उस समय गंगा नदी के बीच पहुंचते समय चांदनी का प्रतिबिंब छिप गया। उस समय पतला कोमल शरीर वाले गंगा को आलिंगन करने के लिए नायक बहुत दूर पड़े तीर यहाँ अपनी दो बाहों से आलिंगन करने के लिए इच्छा प्रकट करती है, लेकिन वह अधीर हो जाता है। अविടം വരെയാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്। നെക്സ്റ്റ് അതിദൂർ क्षितिज पर विडप माल लेक्ति भ्रूरेखा सी अराल अपलक नभ नील नयन विशाल माम के उर पर शिशु सा समीप सोया धारा में एक द्वीप ऊर्मिल प्रवाह को कर प्रदीप वह कौन विहग क्या विकल कोक उठता हर नेका निज विरह शोक छाया की कोकी को विलोक। अति दूर क्षितिज है। क्षितिज എന്ന് പറഞ്ഞാൽ ചക്രവാളം, ഹൊറൈസൺ. विटप माल, विटप എന്ന് പറഞ്ഞാൽ മരക്കൂട്ടം, वृक्षों का समूह, पेड़ों का समूह, विडप माल. लगती भ्रूरेखा, भ्रूरेखा എന്ന് പറഞ്ഞാൽ പുരികം, ബൗഹ്. അരാൾ വളഞ്ഞ, തീർച്ച എന്നുള്ള അർത്ഥം. नायक की आँख के बारे में यहाँ कहते हैं। नायक की आँख यहाँ अपलक नभ नील नयन विशाल. नभ आकाश, आसमान, आसमान का रंग नीला है। आसमान का आँख विशाल आँख है। उस समय अति दूर पड़े, दूर में पड़े क्षितिज नायक के आँखों के समान प्रतीत है।
നായകൻ്റെ കണ്ണായിട്ടാണ് അവിടെ കണക്കാക്കുന്നത് ചക്രവാളത്തെ. പേടോं का समूह बौंह बराबर है तिरछी है. നായകൻ്റെ കണ്ണിൻ്റെ പുരികം എന്ന് പറയുന്നത്, ആ മരക്കൂട്ടം എന്ന് പറയുന്നത് വിടപ്മാൽ, क्षितिज पर पड़े हुए विडपमाल, वृक्षों का समूह, पेड़ों का समूह बौंह बराबर है, बौंह के समान है, भ्रूरेखा की तरह है. അപ്പോൾ അവിടെ ആ മരക്കൂട്ടം എന്ന് പറയുന്നത്, ചക്രവാളത്തിന് മരക്കൂട്ടം എന്ന് പറയുന്നത് പുരികത്തിനെ പോലെയാണ് തോന്നുന്നത്. നായകൻ്റെ പുരികത്തിന് സമാനമായിട്ടാണ് പറയുന്നത് തിർച്ചി ഹേ. തിർച്ചി എന്ന് പറഞ്ഞാൽ വളഞ്ഞ് നിൽക്കുന്ന പുരികമായിട്ടാണ് അവിടെ ഈ മരക്കൂട്ടത്തെ കവിയുടെ സങ്കല്പിക്കുന്നത്. माम के उर पर शिशु सा समीप सोया धारा में एक द्वीप, एक छोटा द्वीप है. എവിടെയാണ്? മാം കെ ഉർ പർ, ഉർ എന്ന് പറഞ്ഞാൽ ഛാത്തി, ചെസ്റ്റ്. മാം കെ ഉർ പർ ശിശു സാ സമീപ് സോയ ധാരാ മേ ഏക് ദ്വീപ് ഊർമിൽ പ്രവാഹ് കോക്കർ പ്രദീപ്. ഊർമിൾ എന്ന് പറഞ്ഞാൽ അലകൾ, കല്ലോലങ്ങൾ, തിരമാലകൾ. यहाँ प्रिय गंगा को आलिंगन करने के लिए इच्छुक नायक की विशालांग लगती है. വിശാലമായ കണ്ണുകൾ, ആകാശത്തിൻ്റെ വിശാലമായ കണ്ണുകളായിട്ട് ഇവിടെ കണക്കാക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് നമ്മൾ പറയുന്നുണ്ട് ഏക്ക് ഛോട്ടാ സാ ദ്വീപ്, ഏക്ക് ഛോട്ടാ ദ്വീപ്, ഒരു ചെറിയൊരു ദ്വീപ് ആ ജലപ്രവാഹത്തിലൂടെ കാണാണ്. ഏക്ക് ശിശുക്കെ സമാൻ ലഗ്താ ഹേ, ഒരു ചെറിയ കുഞ്ഞിനെ പോലെ തോന്നുന്ന ഒരു ചെറിയ ദ്വീപ് ഇതിനിടയിൽ പറയുന്നുണ്ട്. ഗംഗാജിൽ കെ ബീച്ച് ഏക്ക് ഛോട്ടാ ദ്വീപ് ഹേ, യേ ശിശുക്കെ സമാൻ ലഗ്താ ഹേ, ഒരു ചെറിയ കുഞ്ഞിനെ പോലെ തോന്നുന്നത്. അതെന്താണെന്ന് ചെയ്യുന്നതെന്ന് പറയുന്നത് മാം കെ ഉർപ്പർ, ഗംഗാനദി, ഗംഗാരൂപി മാം കെ ഉർപ്പർ, ഗംഗാനദിയാവുന്ന അമ്മയുടെ നെഞ്ചിൽ ചേർന്ന് കിടന്ന് ആരാം സേ സോത്താ ഹുവാ ദേക്കാം, വളരെ ആ ചെറിയ ദ്വീപ് ഈ ഗംഗാനദിയുടെ നെഞ്ചോട് ചേർന്ന് കിടന്ന് ഉറങ്ങുന്ന ഒരു ചെറിയ കുഞ്ഞിനെ പോലെയാണ് അവിടെ പറയുന്നത്. മാംരൂപി ഗംഗാ കെ ഛാത്തി പർ ആരാം സേ സോത്താ ഹുവാ ദേഖ് പഡ്താ ഹേ, ഒരു ചെറിയ ദ്വീപ് ഇതിനിടയിൽ കാണുന്നുണ്ട്. നെക്സ്റ്റ് അവിടെ പറയുന്നുണ്ട് വ കോൻ വിഹഗ് ക്യാ വികൽ കോഗ് ഉഡ്താ ഹർനെ കാ നിജ് വിരഹ ശോക്. കോൺ വിഹഗ്, വ കോൺ कौन सा പക്ഷി ഹേ, വിഹഗ് എന്ന് പറഞ്ഞാൽ പക്ഷി. ക്യാ വികൽ കോഗ്, കോഗ് എന്ന് പറഞ്ഞാൽ ചക്രവാക പക്ഷിയാണ്, ചക്രവാക. വികൽ എന്ന് പറഞ്ഞാൽ പ്രിയ. ക്യാ വികൽ കോഗ് ഉഡ്താ, ഇവിടെ യഹാ गंगा नदी में उसके प्रवाह में यहाँ एक उठने वाली पक्षी को कवि देखता है. प्रिय विरह से आदुर चक्रवाक പക്ഷി മാനത്താ ഹേ, അതായത് പ്രിയയെ കാണാതെ വളരെ ദുഃഖത്തോടുകൂടി പറന്നു നടക്കുന്ന ഒരു ചക്രവാക പക്ഷിയായിട്ടാണ് കവി അതിനെ കണക്കാക്കുന്നത്. ഹർനേക്ക നിച്ച് വിരഹ ശോക്, ആ ചക്രവാക പക്ഷിയുടെ വിരഹം മാറ്റണമെങ്കിൽ എന്ത് വേണം? പെൺ ചക്രവാക പക്ഷിയെ കണ്ടു കഴിഞ്ഞാലാണ് അതിൻ്റെ വിരഹം മാറുള്ളൂ. അപ്പോൾ രാത്രി മുഴുവൻ ആ പക്ഷി കരഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട്. ഹർനെ കാ നിജ് വിരഹ ശോക്, ഹർന എന്ന് പറഞ്ഞാൽ ദൂർ കർണ, ഇല്ലാതാക്കുക. നിജ് അപ്പന വിരഹ ശോക്, ആ വിരഹ ദുഃഖത്തെ, വിരഹ ശോകോ ദൂർ കർണേ കേ ലിയേ ക്യാ കർണ ചാഹിയേ, എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഒരു പക്ഷി അവിടെ പറക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കവി അങ്ങനെ സങ്കല്പിക്കുന്നുണ്ട്. പ്രിയ വിരഹസെ ആദുർ ചക്രവാക് പക്ഷി മാനത്താ ഹേ, യഹാ विरह शोक को, विरह दुख को दूर करने के लिए क्या करना चाहिए? छाया की कोकी को विलोग, विलोग എന്ന് പറഞ്ഞാൽ വിരഹം, വിരഹം. കോക്കി എന്ന് പറഞ്ഞാൽ പെൺ ചക്രവാക പക്ഷി, ഛായ എന്ന് പറഞ്ഞാൽ പ്രതിബിംബം. ഇപ്പോൾ എന്താണ് പറയുന്നത് അവിടെ? ജോ ഛായ ജൽമേ പായി ജാത്തി ഹേ, എന്തിൻ്റെ ഷെയ്ഡാണോ ആ ഗംഗാനദിയിൽ അവിടെ പ്രതിബിംബിക്കുന്നത്, പ്രതിഫലിക്കുന്നത്, ഉസേ ക്യാ മാനത്താ ഹേ, വിരഹാദുർ പ്രിയ ചക്രവാക പക്ഷി മാനത്തെ ഹേ,
प्रिया से मिलने के लिए അവിടെ പ്രിയയെ കണ്ടു കഴിഞ്ഞാൽ വിരഹദുഃഖം ഇല്ലാതാക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ अपनी जो छाया जल में पाई जाती है, विरह शोक दूर करने के लिए अपनी जो छाया जल में पाई जाती है उसको प्रिया का रूप मानती है, कोकी का रूप मानता है. അപ്പോൾ അതിനെ കാണുമ്പോൾ തോന്നുകയാണ് അതാണ് പ്രിയ എന്ന് സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ यहाँ विरहादुर चक्रवाक पक्षी अपनी प्रिया से मिलने के लिए उड़ जाता है. ഇവിടെ പറയാം उड़ता हरने का निज विरह शोक, अपना विरह शोक को विरह दुख को दूर करने के लिए ये चक्रवाक पक्षी उड़ जाता है, പറന്നു പോവാണ്. അപ്പോൾ അതിൽ ഈ സ്റ്റാൻസിൽ പറയുന്നത് നമ്മുടെ നൗക തോണിയാത്ര ഇവിടെ ഗംഗാനദിയുടെ മധ്യത്തിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കാണുന്ന ദൃശ്യങ്ങളാണ് പറയുന്നത്. നായകൻ തീരമാകുന്ന ആ രണ്ട് കൈകൾ നീട്ടി നമ്മുടെ ഗംഗാനദിയെ പുണരാനായിട്ട് കാത്തു നിൽക്കുന്നത് പോലെയാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ അതിലെ ചക്രവാളം എന്ന് പറയുന്നത് ക്ഷിതിജ് എന്ന് പറയുന്നത് ആ മരക്കൂട്ടങ്ങളുടെ ഇടയിൽ കൂടി കാണുമ്പോൾ അത് നമ്മുടെ നായകൻ്റെ കണ്ണിൻ്റെ പുരികമായിട്ടാണ് അവിടെ കവി സങ്കല്പിക്കുന്നത്. വളരെ വിശാലമായിട്ടുള്ള നീല ആകാശത്തെയാണ് അവിടെ കവി വർണ്ണിക്കുന്നത്. ഇതിനിടയിൽ ഇതിൻ്റെ മധ്യത്തിലായിട്ട് നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ തോണി അവിടെ നിർത്തിയിരിക്കുകയാണ്. അതിനിടയിൽ ചെറിയൊരു ദ്വീപിനെ കാണുന്നു. ആ ദ്വീപ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കുഞ്ഞിനെ പോലെയാണ് അവിടെ പറയുന്നത്. ഗംഗാനദിയുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന, ഗംഗാനദിയാകുന്ന അമ്മയുടെ നെഞ്ചോട് ചേർന്ന് കിടന്നുറങ്ങുന്ന വിശ്രമിക്കുന്ന ഒരു ചെറിയ കുഞ്ഞിനെ പോലെയാണ് അവിടെ കവി കണക്കാക്കുന്നത്. ഇതിനിടയിൽ ഒരു പക്ഷി അവിടെ പറന്നു പോകുന്നതായിട്ട് കാണുന്നു. ആ പക്ഷിയോടെ പറയുന്നുണ്ട് അത് അതിൻ്റെ പ്രിയയെ കാണാനായിട്ട് വെമ്പൽ കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ വിരഹദുഃഖത്തെ മാറ്റാനായിട്ട് പ്രിയയെ കാണാനായിട്ടത് പറന്നു പോകുന്നതായിട്ടാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് പത്തവാർ ഗുമ അബ് പ്രധനുബാർ नौका घूमी विपरीतदार डांडोम के चल करदल पसार भर भर मुक्ताफल फैन स्वार बिखराती जल में तारहार. പത്തവാർ കുമ, പത്തവാർ എന്ന് പറഞ്ഞാൽ തുഴ, അതായത് പങ്കായം. നമ്മൾ തുഴയാൻ ഉപയോഗിക്കുന്ന, വഞ്ചി തുഴയാൻ ഉപയോഗിക്കുന്ന തുഴയെ പറയുന്നതാണ് പത്തവാർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രതനുഭാർ ബോത്ത് ചോട്ട. ഇപ്പോൾ ഇവിടെ യാത്ര സമാപ്ത് കർക്കെ നൗക घूम कर लौटने लगती है. അവിടെ ഈ തോണിയാത്ര അവിടെ അവസാനിപ്പിച്ച് അവർ മടങ്ങി വരാനായിട്ട് ഒരുങ്ങുകയാണ്. മടക്കയാത്രയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇനി അപ്പോൾ ഇവിടെ യാത്ര സമാപ്ത് കർക്കെ നൗക ലൗട്ടനെ लगती है. नौका लौटने के लिए क्या करना चाहिए? पतवार घुमाकर नाव की दिशा बदलकर वापस यात्रा होती है. പതവാർ കുമാക്കർ, ആ തുഴയെ തിരിച്ചിട്ട് എന്ത് ചെയ്യണം? വിപരീത ദിശാമേം നാക്കി ദിശ ബദൽക്കർ, അതായത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ദിശ മാറ്റിയിട്ട്, അല്ലെങ്കിൽ ആ പോയിരുന്ന ദിശയിൽ നിന്ന് തിരിച്ച് നമ്മുടെ ഈ തുഴയെടുത്ത് തുഴഞ്ഞിട്ട് വാപ്പസ് യാത്ര ശുരുവത്തിക്ക്, മടക്കയാത്ര അവിടെ ആരംഭിക്കുകയാണ്. ഡാണ്ടോം കെ ചൽ കർത്തൽ പസാർ ബർബർ മുക്താഫൽ ഫാൻസ്ഫാർ. ഫാൻസ്ഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുരയും പതയും, ആ തുഴ കൊണ്ടടിക്കുമ്പോഴുണ്ടാകുന്ന നുരയും പതയും, ബബിൾസ്. ബിക്രാത്തി സ്പ്രെഡ് ചെയ്യുക, വിതറിക്കുക, ചിതറിക്കുക എന്നുള്ള അർത്ഥം. താർഹാർ എന്ന് പറഞ്ഞാൽ നക്ഷത്രമാല, നക്ഷത്രങ്ങളിലെ കൂട്ടം. ഡാണ്ട് എന്ന് പറഞ്ഞാൽ പതവാർ തന്നെയാണ് തുഴ. അപ്പോൾ ഇവിടെ പറയണത് ഡാണ്ടോം കെ ചൽ കർദൽ പസാർ. ഇവിടെ നമ്മൾ പറയുന്നത് നാവുരൂപി യുവതി, അതായത് വഞ്ചിയാകുന്ന ഈ യുവതി തുഴയാകുന്ന കൈകൾ അടിച്ചുകൊണ്ട് നീട്ടിക്കൊണ്ട്, അങ്ങനെ തുഴയടിക്കുമ്പോൾ അല്ലെങ്കിൽ ആ തുഴയിൽ കയ്യാകുന്ന തുഴ അവിടെ നമ്മൾ തുഴയാനായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ കുമിളകളുണ്ടാകുന്നു, ബബിൾസ് ഉണ്ടാകുന്നു പറയുന്നത്, നുരയും പതയും ഉണ്ടാകുന്നു. അത് കൈയിട്ടടിക്കുന്നത് പോലെയാണ് പറയുന്നത്. ആ വഞ്ചിയാകുന്ന യുവതി ആ തുഴയാകുന്ന കൈ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിലടിക്കുമ്പോഴുണ്ടാകുന്ന ആ കുമിളകൾ അല്ലെങ്കിൽ ആ നുരയും പതയും അതിനെ മുത്തുകളായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അത് ജലത്തിൽ വീണ്ടും വിതറുന്നതായിട്ടാണ് കവിയോടെ സങ്കല്പിക്കുന്നത്. ഇപ്പോൾ ഡാണ്ടം കെ ചൽ കർത്തൽ പസാർ, കർത്തൽ എന്ന ഹാത്ത് പസാർ കർ, डांडोम रूबी हाथ पसार कर
गंगा जल में हाथ पसारते हैं उस समय पानी में होने वाले बुलबुले या फैन और स्फार। यहाँ बुलबुले रूपी मुक्ताफल मोती को बटोर कर फिर जल में बिखराती है ये तारहार के रूप में लगता है। അതായത് നക്ഷത്രമാലകളായിട്ടാണ് അവിടെ തോന്നുന്നത്. ഇപ്പോൾ തുഴ ഉപയോഗിച്ചാണ് തുഴഞ്ഞു വരികയാണ്, തിരിച്ചവർ തുഴയാൻ തുടങ്ങുകയാണ്. ആ തുഴയുന്ന സമയത്ത് ആ കുറച്ച് വെള്ളമേ ഉള്ളൂ, ഗംഗാജലം എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ, വറ്റി പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, നല്ല വേനൽക്കാല സമയമാണ്. അപ്പം അതിലുണ്ടാകുന്ന ആ തുഴ കൊണ്ട് അടിക്കുമ്പോഴുണ്ടാകുന്ന ആ പത ബബിൾസ്, അതിനെക്കുറിച്ചാണ് കവിയുടെ വർണ്ണിക്കുന്നത്. चांदी के सांबों सी रलमल नाचती रश्मियाँ जल में चल रेखाओं सी घिंच तरल सरल എന്ന് പറഞ്ഞാൽ ചഞ്ചൽ. ചാന്തി കെ സാംബോം സി രൽമൽ എന്ന് പറഞ്ഞാൽ സാവധാനം ഇഴയുന്ന തരത്തിൽ, സാമ്പ് തന്നെ പാമ്പ്. ഇവിടെ ചാന്ദി കെ ലഹരോം മേ പഡ്കർ രംഗ്തെ സാമ്പ് കെ സമാൻ യഹാം ലഗ്താ ഹെ. ചാന്ദിനി ലഹരോമേ പഡ്കർ, ചാന്ദിക്ക് അതായത് ഈ നിലാവ് അവിടെ ഈ ചെറിയ അലകളിൽ പതിക്കുമ്പോൾ അതെന്തിനെ പോലെ തോന്നുന്നത്, സാവധാനം ഇഴഞ്ഞു നീങ്ങുന്ന പാമ്പിനെ പോലെയാണ് കവിയോട് പറയുന്നത്, അതുപോലെയായിട്ടാണ് തോന്നുന്നത് പറയുന്നത്. അതുപോലെ പറയുന്നുണ്ട് രേഖാവോം സി ഘിഞ്ച് തരൽ സരൾ. ഇപ്പോൾ ചെറിയ നേർത്ത രേഖ പോലെയാണ് തോന്നുന്നത്, ചെറിയൊരു പാമ്പ് ഇഴഞ്ഞു പോകുന്നത് പോലെ, സാവധാനം ഇഴയുന്നത് പോലെയാണ് കവിയോട് വർണ്ണിക്കുന്നത്. ആ നിലാവ് ആ അലകളിൽ പതിക്കുമ്പോഴുണ്ടാവുന്നത് ഒരു ചെറിയ രേഖ എന്ന് പറയുന്നത് ഇവിടെ സാവധാനം ഇഴഞ്ഞു പോകുന്ന പാമ്പിന് സമാനമായിട്ട് പറയുന്നു. ആ പാമ്പ് അതിൽ ജലക്രീഡ നടത്തുന്നത് പോലെയാണ് കവിക്ക് അവിടെ തോന്നുന്നത്. നെക്സ്റ്റ് ലഹരോം കി ലതികാവോ മേഖിൽ സൗ സൗ ശശി സൗ സൗ ഉഡു ജിൽമിൽ ഫൈലെ ഫൂലെ ജൽമേ ഫേനിൽ അഥവാ अब उथला सरिदा का प्रवाह लगी से ले सहजता हम बड़े घाट को सहोत्साह. ലഹരം കി ലതികാവോമേ ഖിൽ, അതായത് ഈ അലകളാകുന്ന വള്ളികളിൽ വിരിയുന്ന, സൗ സൗ ശശി നൂറുകണക്കിന് നിലാവ്, സൗ സൗ ഉഡു ജിൽമിൽ നൂറുകണക്കിന് നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നതായിട്ട് തോന്നണം. ഉഡു എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ. അപ്പോൾ ഈ അലകളാകുന്ന വള്ളികളിൽ, അതായത് ഒരുപാട് പൂക്കൾ വിരിയുന്നത് പോലെയാണ് കവിയുടെ സങ്കല്പിക്കുന്നത്. അതായത് നൂറുകണക്കിന് നക്ഷത്രങ്ങളുടെ പ്രതിബിംബം അതിലെ പ്രതിഫലിക്കുന്നു. ഇപ്പോൾ വള്ളികളിൽ പൂത്തുലഞ്ഞ് നിൽക്കുന്ന വെളുത്ത പൂക്കളായിട്ടാണ് കവി അവിടെ അതിനെ സങ്കല്പിക്കുന്നത്. ഫൈലെ ഫൂലെ ജൽമേ ഫേനിൽ. അപ്പോൾ ആ അലകളിലുണ്ടാകുന്ന എന്താണ് ഫേനിൽ എന്ന് പറഞ്ഞാൽ പത, അവിടെ ആകെ പൂക്കൾ പോലെ അവിടെ പത അവിടെ വ്യാപിച്ചിരിക്കുക എന്ന് പറയുന്നത്. ജൽമേ ഫേനിൽ ഫൂലെ ഔർ ഫൈലെ, അതായത് ആ തുഴ കൊണ്ടടിക്കുമ്പോൾ ആ ജലത്തിൽ പതയുണ്ടാകുന്നു, ആ വെള്ളത്തിലാകെ അത് വ്യാപിക്കുന്നു എന്നാണ് പറയുന്നത്. ഹംബടെ ഇവിടെ പറയുന്നുണ്ട് അബ് ഉത്തല സരിതാക്ക പ്രവാഹ്, സരിതാക്ക പ്രവാഹ് നദി കാ പ്രവാഹ് अब उतला कम होता है. नदी का प्रवाह कम होता है, उसका गहराई बहुत कम है. लगी से ले सहज दाह, दाह എന്ന് പറഞ്ഞാൽ ആഴം, ഗഹരായി. ലഗി എന്ന് പറഞ്ഞാൽ നീണ്ട തുഴ. ഇപ്പോൾ ഡാണ്ട് എന്ന് പറഞ്ഞാലും പത്വാർ എന്ന് പറഞ്ഞാലും ലഗി എന്ന് പറഞ്ഞാൽ തുഴയാണ്. ലഗി സെ ലേ സഹജ് ദാഹ് ഹം ബഡേ ഘാട്ട് കോ സഹോത്സാഹ്. ഘാട്ട് എന്ന് പറഞ്ഞാൽ കടവ്. അപ്പോൾ മടക്കയാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ നമ്മൾ പത്വാർ കുമാക്കർ, അതായത് ആ തുഴ തിരിച്ചിട്ട് അവർ മടങ്ങി വരാനായിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ അവിടെ പോന്നുകൊണ്ടിരിക്കുമ്പോൾ പറയണം, അതിനിടയിലുണ്ടാകുന്ന ബബിൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നദിയുടെ പ്രവാഹം എന്ന് പറയുന്നത് കുറവാണ്. അതായത് ഒരു നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വള്ളക്കാരൻ വന്ന് ആഴം അളക്കുന്നത് പോലെയാണ് ആ നീണ്ട തുഴ കൊണ്ട് തുഴയുമ്പോൾ വെള്ളത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് കണക്കാക്കാനായിട്ട് സാധിക്കുന്നു പറയുന്നത്.
अरे वापस घाट तक आने वाली पानी की गहराई कम होती है അവിടെ അതിൻ്റെ ആഴം അവിടെ കുറയുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിനോടൊപ്പം പറയുന്നുണ്ട് യഹ ചഞ്ചൽ രേഖാക്കി തര പ്രതീത് ഹോത്തെ, ചെറിയൊരു രേഖ, അതായത് വെള്ളത്തിൻ്റെ ആഴം അവിടെ കുറഞ്ഞു എന്ന് പറയുന്നത്. അവിടെ ഉസ് സമയ ലഘി യാ ഡാൻഡ് സെ നദി കാ പ്രവാഹ് ഉസ്കാ ഗഹരായി ആദി മാപ്നെ വാല മള്ളാഹ് കെ ബാരെ മേ കവി കഹതാ ഹെ. ആ നീണ്ട തുഴ ഉപയോഗിക്കുമ്പോൾ അവിടെ പറയുന്നത് ആ വെള്ളത്തിൻ്റെ ആഴം അളക്കുന്ന ഒരു വള്ളക്കാരനെ പോലെയാണ്, വഞ്ചിക്കാരനെ പോലെയാണ് കവി അതിനവിടെ പറയുന്നത്. യഹാം ഫാൻ ലതായം ഹേ, ഫാൻ അല്ലെങ്കിൽ പത നൂര എന്ന് പറയുന്നത് അവിടെ വള്ളികളാണ്. ബുൾബുളെ ഫൂൽ ഹേ, അതിലെ കുമിളകൾ എന്ന് പറയുന്നത് നമ്മുടെ പൂക്കളാണ്. 100 പൂക്കൾ, ആ അലകളിൽ 100 പൂക്കൾ, അലകളാകുന്ന വള്ളികളിൽ 100 പൂക്കൾ അവിടെ വിരിയുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫെൻമേ പടി ഹുയി ബുൾബുലേക്കോ കവി ലതായമേ ഖിലെ സഫേദ് ഫൂൽ കെ സമാൻ മാൻതാ ഹെ. അതായത് ആ നമ്മുടെ ആ നുരയിലുണ്ടാകുന്ന കുമിളകൾ അല്ലെങ്കിൽ പതയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കുമിളകളെ കവിയോട് പറയുന്നുണ്ട് ആ അലകളാകുന്ന വള്ളികളിൽ വിരിയുന്ന 100 കണക്കിന് പൂക്കൾക്ക് സമാനമായിട്ടാണ് അവിടെ കണക്കാക്കുന്നത്. 100 കണക്കിന് നക്ഷത്രമാലകൾ അവിടെ ഉണ്ടാകുന്നതായിട്ടാണ് പറയുന്നത്. ഇവിടെ ബുൾബുലേക്കോ കവി സൗ നക്ഷത്രക്ക പ്രതിബിംബ മാൻതാ ഹെ. 100 കണക്കിന് നക്ഷത്രങ്ങൾ, ആ പൂക്കളെന്ന് പറയാൻ നമ്മൾ പറഞ്ഞു 100 പൂക്കൾ അല്ലെങ്കിൽ 100 നക്ഷത്രങ്ങളെയാണ് അവിടെ കവി പറയുന്നത്. അതിൻ്റെ പ്രതിബിംബമാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് അലകളാകുന്ന വള്ളികളിൽ വിരിയുന്ന 100 നക്ഷത്രങ്ങളുടെ പ്രതിബിംബം അല്ലെങ്കിൽ പൂക്കളായിട്ട് അവിടെ കവി സങ്കല്പിക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ ലാസ്റ്റ് ഭാഗമാണ് ഇനി എടുക്കാനുള്ളത്. അപ്പോൾ ഇവിടെ അവരെ വളരെ ഉത്സാഹത്തോടു കൂടി കവി ആർ കെ സാധ്യമനെ ഘാട്ട് കിയോർ ആകെ ബടെ, കടവിലേക്ക് അവർ എത്തിച്ചേരാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിനുള്ള മടക്ക യാത്ര അവിടെ ആരംഭിച്ചു. അപ്പോൾ ഗംഗാനദിയുടെ വർണ്ണന, അതിൽ കാണുന്ന കാര്യങ്ങൾ കവിയുടെ സങ്കല്പത്തിലെ കവിയുടെ ഭാവനയിൽ കാണുന്ന കുറേ കാര്യങ്ങളാണ് അതിൽ കവി വർണ്ണിച്ചിരിക്കുന്നത്. ആ ദൃശ്യം, അതായത് സുന്ദരമായിട്ടുള്ള ആ ദൃശ്യമാണ് അവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. കുറച്ചും കൂടി ഉണ്ട്, ഒരു സ്റ്റാൻസും കൂടി കക്ഷിയുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.